ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് എടുക്കുന്നത് GST എന്ന സബ്ജക്റ്റിൽ വരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന ടോപ്പിക്കാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓർ ITC. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് GSTയിൽ വരുന്നത്. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടാക്സ് അടയ്ക്കും, മീൻസ് ഇൻപുട്ട് ടാക്സ്, അല്ലെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റ്. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടാക്സ് കളക്ട് ചെയ്യും. ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് വിളിക്കുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്നതിനെ ഇൻപുട്ട് ടാക്സ് എന്നും, സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്നതിനെ ഔട്ട്പുട്ട് ടാക്സ് എന്നുമാണ് വിളിക്കുന്നത്. ഇനി ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ് റുപ്പീസ് കോസ്റ്റ് വരുന്നത് 1 lakh ആണ്. 1 lakhൻ്റെ 5% GST റേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. സോ 1 lakhൻ്റെ 5% 5,000, അതായത് നമ്മൾ അടച്ച ഇൻപുട്ട് ടാക്സ് 5,000 ആണ്. ഇനി സെയിലിലേക്ക് വരുമ്പോൾ സെയിൽ ചെയ്തത് 2,50,000 ആണ്. നമ്മൾ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത എമൗണ്ട് 2,50,000ൻ്റെ 5%, ദാറ്റ് ഈസ് 12,500 ആണ് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആയ 12,500ഉം ഇൻപുട്ട് ടാക്സ് ആയ 5,000ഉം തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് 12,500 നമ്മൾ കളക്ട് ചെയ്തതാണ്, 5,000 നമ്മൾ പേ ചെയ്ത ടാക്സ് ആണ്. സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബാലൻസ് 7,500 ആണ് വരുന്നത്. മീൻസ് നമ്മൾ 7,500 GST പേയബിൾ ലൈബിലിറ്റി ആണ്. എന്തുകൊണ്ടാണ് ലൈബിലിറ്റി വന്നതെന്ന് ചോദിച്ചാൽ, ഔട്ട്പുട്ട് ടാക്സ് ഇവിടെ കൂടുതലാണ്. ഔട്ട്പുട്ട് ടാക്സ് കൂടുതൽ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾക്ക് GST പേയബിൾ ടാക്സ് ലൈബിലിറ്റി ആണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.